ഗൂഗിളിൽ MGU ക്യാപ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MGU ക്യാപ്, അതായത് ഡിഗ്രി അഡ്മിഷനുള്ള സൈറ്റിലേക്കുള്ള ലിങ്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഡിഗ്രി ആപ്ലിക്കേഷൻ നമ്മൾ UG ക്യാപ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കോഴ്സസ് ആൻഡ് കോളേജസ്, എന്തെല്ലാം കോഴ്സുകൾ ലഭ്യമാണ് എന്നുള്ള ലിസ്റ്റ് ഇവിടെ പ്രത്യക്ഷമാവും. BCom മോഡൽ 1 ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന കോഴ്സിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അപേക്ഷകന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഏതെല്ലാം കോളേജുകളിൽ BCom മോഡൽ 1 ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. ഒട്ടനവധി കോഴ്സുകൾ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെ +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യാവുന്ന വിവിധതരം കോഴ്സുകളുണ്ട്. പ്രത്യേക ശ്രദ്ധയ്ക്ക് ഏത് കോഴ്സ് അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് വേണം. അടുത്തതായിട്ട് നമുക്കിവിടെ കോളേജുകളുടെ ലിങ്കുണ്ട്. ഗവൺമെൻറ് കോളേജുകൾ, എയ്ഡഡ് കോളേജസ്, എയ്ഡഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കോളേജസ്, ഫോർവേഡ് കമ്മ്യൂണിറ്റി കോളേജസ്, സെൽഫ് ഫിനാൻസിങ് കോളേജസ്. ഒട്ടനവധി സെൽഫ് ഫിനാൻസിങ് കോളേജസുകൾ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട്. കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് നിലവാരം കൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. പല കോളേജുകളും ട്യൂട്ടോറിയൽ കോളേജുകൾ പോലെയുള്ള നിലവാരം കുറഞ്ഞ കോളേജുകൾ ഒട്ടനവധി അഫിലിയേഷനുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി വേണം കോളേജുകൾ സെലക്ട് ചെയ്യുവാനായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് രജിസ്ട്രേഷനാണ്. +2ൻ്റെ രജിസ്റ്റർ നമ്പർ നൽകുക. പേരും +2 രജിസ്ട്രേഷൻ നമ്പറും അതോടൊപ്പം തന്നെ കാസ്റ്റും ശ്രദ്ധിച്ച് നൽകുക. ഒരു കാരണവശാലും ഇത് പിന്നീട് മാറ്റം വരുത്താൻ സാധിക്കുന്നതല്ല. മറ്റെന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് തിരുത്താവുന്നതാണ്. ഈ കാര്യങ്ങൾ തിരുത്താൻ സാധിക്കില്ല. അടുത്തതായി പാസ്വേഡ് നൽകുക. പാസ്വേഡ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിലൊരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, ഒരു ഡിജിറ്റ്, ഒരു സിമ്പൽ, ഇത്രയും മിനിമം വേണം. ടാബ് അടിച്ച് വീണ്ടും പാസ്വേഡ് ഒന്നുകൂടി എൻ്റർ ചെയ്യുക. അടുത്തതായിട്ട് സെലക്ട് കൊടുക്കേണ്ടത് +2ന് പഠിച്ച ബോർഡാണ്. CBSE ആണോ, ICSE ആണോ, ഹയർ സെക്കൻഡറി ആണോ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണോ എന്നുള്ളത്. ഹയർ സെക്കൻഡറി ആണെങ്കിൽ ഹയർ സെക്കൻഡറി നൽകുക. അതിനുശേഷം മൊബൈൽ നമ്പർ നൽകുക, ഇമെയിൽ ID നൽകുക, ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പിന്നീട് കാറ്റഗറി മാറ്റാവുന്നതല്ല. SC/ST ആണെന്നുണ്ടെങ്കിൽ കൃത്യമായി നൽകുക. OBC, SC/BC, OEC എല്ലാം അതേഴ്സിൽ വരുന്നതാണ്. പേഴ്സണൽ ആൻഡ് അക്കാഡമിക് പേജിലേക്ക് നമ്മൾ പ്രവേശിച്ചു. റിലീജിയൻ നൽകുക, ക്രിസ്ത്യൻ. കമ്മ്യൂണിറ്റി, ജനറൽ കാറ്റഗറി ഉണ്ട്. ജനറൽ കാറ്റഗറി കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ EWS പ്രത്യക്ഷപ്പെടുന്നത് കാണാം, EWS പോകുന്നത് കാണാം. ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ EWS കൊടുക്കേണ്ടതാണ്. കാസ്റ്റ് കൊടുക്കുക, സെക്സ് കൊടുക്കുക, ഫാദർ, ആനുവൽ ഇൻകം, NCC, NSS +2 ലെവലുണ്ടെങ്കിൽ അത് നൽകാം, ഇല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ. ബോണസ് മാർക്ക് ഫോർ എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റിനും മക്കൾക്കും എക്സ് മാൻമാരുടെ മക്കൾ ഇത് യെസ് ടിക്കിടാൻ മറക്കരുത്. അടുത്തതായി ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസാണ്. +2 രജിസ്ട്രേഷൻ നമ്പർ നൽകിയിരിക്കുന്നത് പ്രകാരം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മാർക്ക് ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇവിടെ നമ്മൾ ഏത് സ്ട്രീമിൽ, ഏത് ഗ്രൂപ്പിലാണ് പഠിച്ചിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ നൽകണം. അതുപോലെ എത്ര ചാൻസ് എടുത്തു പാസ്സാകാൻ എന്നുള്ളത്. മാർക്ക് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. +2 ലെവൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം, ഇല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാം.
അടുത്തതായിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യാം. ഫിൽ ചെയ്തതിൽ തെറ്റുകളുണ്ടെങ്കിൽ റീസെറ്റ് കൊടുത്ത് വീണ്ടും ഫിൽ ചെയ്യാവുന്നതാണ്. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ പ്രിഫറൻസ് അനുസരിച്ച് വേണം നമ്മൾ കൊടുക്കുവാനായിട്ട്. മുൻഗണന ക്രമത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകളും പഠിക്കാൻ താല്പര്യമുള്ള കോളേജുകളും നൽകുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം നമുക്ക് ഒരു കോളേജ് മാറ്റമോ അല്ലെങ്കിൽ ഒരു കോഴ്സ് മാറ്റമോ സാധ്യമല്ല. അതിനാൽ തന്നെ കൃത്യമായി ആലോചിച്ച് വേണം കോഴ്സുകളും അതുപോലൊപ്പം തന്നെ കോളേജുകളും നൽകുവാനായിട്ട്. പലരും ഒരു കോഴ്സ് കൊടുത്തിട്ട് അടുത്തുള്ള പല കോളേജുകളും ഇങ്ങനെ സെലക്ട് ചെയ്യാറുണ്ട്. പലതരത്തിലുള്ള കോഴ്സുകൾ അടുത്തുള്ള കോളേജിൽ കൊടുക്കുന്ന ഒരു പ്രവണത ഉള്ളതാണ്. അത് തെറ്റായ ഒരു കാര്യമാണ്. നൽകിക്കഴിഞ്ഞ ശേഷം ഓപ്ഷൻസ് സേവ് ചെയ്യുക. 5 ഓപ്ഷൻസ് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. അതല്ലെങ്കിൽ ലോഗൗട്ടായി പോകുന്നതാണ്. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് വീണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ഫീ പേയ്മെൻ്റ് ആണ്. ഫീ പേജിലേക്ക് നമുക്ക് പേയ്മെൻറ്റ് പേജിലേക്ക് കടക്കാം. ഇവിടെ പേടിഎം ഉപയോഗിച്ച്, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച്, നെറ്റ് ബാങ്കിങ് വെച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ എല്ലാവർക്കും സുപരിചിതമായ കയ്യിലുണ്ടാവുക ഡെബിറ്റ് കാർഡായിരിക്കും. അങ്ങനെ നിങ്ങൾ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്യുക. കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുക. കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് കാർഡിൻ്റെ മുൻപിലുണ്ടായിരിക്കുന്നതാണ്. CVV എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് കാർഡിൻ്റെ പുറകിലുള്ള ഒരു 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. ഇത് കൊടുത്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് വന്നിട്ടുണ്ടാവും. ഈ 1 ടൈം പാസ്വേഡ് കൊടുത്തിട്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. +2 മാർക്ക് ലിസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഫോർ EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയതുകൊണ്ട് വില്ലേജ് ഓഫീസിൽ നിന്നുമുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യണം. 4 ലക്ഷത്തിൽ താഴെയാണ് വാർഷിക വരുമാനമെന്ന് തെളിയിക്കുന്നതിനുള്ളതാണ്. SEBCയിൽ പെടുന്ന കാറ്റഗറിക്കാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റോ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. SC/ST കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. SC/STക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWSന് ഇൻകം സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. SEBCയിൽ പെടുന്നവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങി വയ്ക്കുക. ഈ 3 സർട്ടിഫിക്കറ്റുകളും ആവശ്യമുള്ളത് അപേക്ഷ നൽകുന്നതിന് മുമ്പ് വാങ്ങിയിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്ലോഡ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച അന്ന് തന്നെ ധൃതി പിടിച്ചത് സബ്മിറ്റ് ചെയ്യണമെന്നില്ല. മാർക്ക് ലിസ്റ്റ് ലഭിച്ചതിന് ശേഷം ചെയ്താൽ മതി. കാരണം സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ കോഴ്സ് മാറ്റമോ കോളേജ് മാറ്റമോ ചിലപ്പോൾ പലരും ആലോചിക്കാറുണ്ട്, കോഴ്സ് മാറ്റിയാലോ കോളേജ് മാറ്റിയാലോ എന്നൊക്കെ. ധൃതി പിടിച്ച് എല്ലാവരും അഡ്മിഷൻ തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ ധൃതി പിടിച്ച് സബ്മിറ്റ് ചെയ്യും.